ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകും. പ്രാർത്ഥിക്കും. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആരാധനയിലൂടെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി അങ്ങേ ആരാധിക്കുവാൻ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ വിധേയപ്പെടുന്നു. അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുക അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ജനത്തെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്ന് വചനം കേൾക്കുന്ന നാട്ടുകാരെയും വചനം സംസാരിക്കുന്ന അടിയനെയും ക്രൂശിന്റെ മറവിൽ വഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിച്ചാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തി വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് നന്മകളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവാലയത്തിന്റെ പരിസരങ്ങളിൽ ദൈവാലയത്തിന് പുറത്തു നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോ മറ്റ് യുവജനങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ദൈവാലയത്തിനകത്ത് പ്രവേശിക്കണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരാധന ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ഒരു ആത്മീയ അനുഭവമാണ്. ഈ ആരാധനയിലൂടെ നാം പ്രാപിക്കുന്നത് ദൈവാനുഭവമാണ്. അപ്പോൾ ദൈവാനുഭവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുക്കത്തോടും പ്രാർത്ഥനയോടുകൂടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ അടുത്ത് വരേണ്ടതായിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അനുഭവം നമ്മുടെ ദൈവാലയത്തിൽ 1-ാം മണി അടിക്കുമ്പോൾ തന്നെ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് കടന്നു വരുന്ന പിതാക്കന്മാരും 2-ാം മണി അടിക്കുന്നതിന് മുമ്പേ തന്നെ ഏകദേശമുള്ള ജനങ്ങളെല്ലാം എത്തിച്ചേ. എന്നാൽ ചുരുക്കം ചിലർ ആരാധന പകുതിയാകുമ്പോൾ ജനൽ വഴിയൊക്കെ ഒളിഞ്ഞു നോക്കും. അച്ഛൻ എന്നെ നോക്കുന്നുവോ, വഴിയിൽ നോക്കുന്നുവെന്നൊക്കെ നോക്കിയിട്ട് അത് ഊളിയിട്ട് അകത്തേക്ക് കയറി പോകുന്ന പലരെയും ഞാൻ കാണാറുണ്ട്. പ്രിയമുള്ളവരെ, നാം ആരാധനയ്ക്ക് കടന്നു വരുന്നത് ദൈവത്തെ അന്വേഷിച്ചും, ഞാൻ പറഞ്ഞതുപോലെ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമാണ്. ഇന്ന് പലപ്പോഴും ലോകചിന്തകൾ, ലോകം നമ്മെ വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ, പലവിധമായിരിക്കുന്ന രോഗത്തിന്റെ അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് നിത്യസംഭവങ്ങളായിരിക്കുമ്പോൾ അതിൽ നിന്നും മാറി ഒരു ദൈവാനുഭവം, അതായത് ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒരു അനുഭവമാണ് ആരാധനയിലൂടെ നാം അനുഭവിക്കുന്നത്. അതിന് എങ്ങനെയെങ്കിലുമൊക്കെ വരികയോ അലസതയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുവാനോ പാടുള്ളതല്ല. നാം ഇന്ന് വളരെ ഉത്സാഹത്തോടെ എല്ലാവരും ആരാധനകളിലൊക്കെ പങ്കെടുത്തു, സ്തുതിഗീതങ്ങളൊക്കെ പാടി ദൈവത്തെ മഹത്വീകരിച്ചു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പുനരുത്ഥാനം ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. ക്രൈസ്തവ സഭ ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും. പ്രിയമുള്ളവരെ, മരണം എന്ന നിർജീവ അവസ്ഥയിൽ നിന്നും ജീവൻ എന്ന സജീവ അവസ്ഥയിലേക്കുള്ള പുനഃപ്രവേശനമാണ് പുനരുത്ഥാനം എന്ന പദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. മരണം എന്ന നിർജീവ അവസ്ഥയിൽ നിന്ന് പുനരുത്ഥാനം എന്ന സജീവ
അവസ്ഥയിലേക്കുള്ള പുനഃപ്രവേശനമാണ് പുനരുത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ നാളുകളിൽ പുനരുത്ഥാനം എന്ന ഒരു വിഷയത്തെ കുറിച്ച് നാം ചിന്തിക്കുകയാണ്. ഈ ലോകത്ത് അനേക അവതാരങ്ങളെ കുറിച്ചും അവതാര പുരുഷന്മാരെ കുറിച്ചും പല മതഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പുനരുത്ഥാനം എന്ന സജീവ അവസ്ഥ അത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന് മാത്രം അവകാശപ്പെടുന്നു. ഇപ്പോൾ നാം ആരാധിക്കുന്ന ദൈവം നിർജീവ അവസ്ഥയിൽ കല്ലറയിൽ ഉറങ്ങുന്ന ഒരു ദൈവമല്ല. സജീവ അവസ്ഥയിൽ ഒരു പുനരുത്ഥാനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ് ലോകമാനവ ജനതയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നും പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അപ്പോൾ മനുഷ്യ സമൂഹം ചിന്തിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളിയായിരുന്നു മരണം എന്ന് പറയുന്നത്. ഈ മരണം എന്തെന്നും മരണാനന്തരമുള്ള മനുഷ്യന്റെ അവസ്ഥ എന്തെന്നും പല വാദങ്ങളും സിദ്ധാന്തങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജനിച്ചതായ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. മരണം എന്ന അവസ്ഥ, മരണാനന്തരം സംഭവിക്കുന്ന കാര്യങ്ങൾ, അവയെക്കുറിച്ച് പല യുക്തിവാദങ്ങളും സൈദ്ധാന്തിക വാദങ്ങളും അതുപോലെ തന്നെ മതചിന്തകളും എല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ഒരുവൻ മരണത്തോടെ അവനിലെ എല്ലാം ഇല്ലാതാകുന്നു എന്നാകുന്നു ഭൗതികവാദം പഠിപ്പിക്കുന്നത്. ഒരുവന്റെ മരണത്തോടുകൂടെ അവനിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, നശിച്ചു പോകുന്നു. ഇത് ഭൗതികവാദമാണ്. എന്നാൽ പ്രായാധിക്യം, രോഗം തുടങ്ങിയതായ കാരണങ്ങളാൽ ജീവന്റെ നിലനിൽപ്പ് അസാധ്യമാകുമ്പോൾ ആത്മാവ് ഒരു ശരീരം ത്യജിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന മതചിന്തകളും ഈ നാളുകളിൽ നിലനിൽക്കുന്നുണ്ട്. പ്രായാധിക്യം, രോഗം തുടങ്ങിയതായ അവസ്ഥകളിലൂടെ ഒരു ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുവാൻ അസാധ്യമായി വരുമ്പോൾ ആത്മാവ് ആ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഒരു മതചിന്ത. എന്നാൽ ക്രൈസ്തവ വിശ്വാസം ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നത്. എന്നാൽ ജീവന്റെ അനശ്വരതയിലേക്കുള്ള ആത്മാവിന്റെ പ്രവേശനമാണ് മരണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. ഇവിടെ ജീവന്റെ അനശ്വരതയിലേക്കുള്ള ആത്മാവിന്റെ പ്രവേശനമാണ് മരണം എന്ന് ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് മരണത്തിന്റെ നിർജീവ അവസ്ഥയിൽ നിന്ന് അത് പുനരുത്ഥാനത്തിന്റെ ഒരു സജീവ അവസ്ഥയിലേക്കുള്ള ആത്മാവിന്റെ പ്രയാണമാണ് മരണം. അപ്പോൾ മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുനരുത്ഥാനം എന്ന ക്രിസ്തു വിശ്വാസത്തിന്റെ പ്രസക്തി നാം വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടത്. മരണമില്ല എങ്കിൽ പുനരുത്ഥാനവും ഇല്ല. അപ്പോൾ മരണം എന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പുനരുത്ഥാനം എന്ന ക്രിസ്തു വിശ്വാസത്തിന്റെ പ്രസക്തിയിലേക്കാണ് നാം ഇത് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മരണം ഭൗതിക ജീവിതത്തിന്റെ ഏറ്റവും അവസാനമായ ഒരു ഭാഗമായി നമുക്ക് ഇതിനെ കാണുവാനായിട്ട് കഴിയും. മരണത്തോടുകൂടെ ഒരു വ്യക്തിയുടെ ഈ ലോകപ്രകാരമുള്ള ജീവിതം അവിടെ അസ്തമിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളിലും അവസാനം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും മരണം എന്ന ഒരു അവസ്ഥയിലൂടെ അത് മറ്റൊരു മേഖലയിലേക്ക് അവർ പ്രവേശിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു മരണത്തെ അതിജീവിക്കുക മാത്രമല്ല, മരണത്തിന്റെ നിഷ്ഫല പ്രവൃത്തികളെ നിഷ്ക്രിയമാക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മരണത്തിന് കർത്താവായ യേശുവിന്റെ ജീവനെ പിടിച്ചു വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മരണത്തിന്റെ ആത്യന്തികമായ ശക്തിയെ തകർത്തും അതിനെ നിഷ്ക്രിയമാക്കിയും യേശു പുനരുത്ഥാനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മരണം എന്ന പ്രക്രിയ ഒരു പ്രകൃതി നിയമമാണ്.
ഈ പ്രകൃതി നിയമം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യവുമാണ്. ഭയം, നിരാശ, ഏകാന്തത, അനാഥത്വം, വേദനകൾ ഇവ മരണം മൂലം ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി നാം അനുഭവിച്ചവരാണ്. ഒരു പക്ഷേ അതിന്റെ വേദനകളും ഓർമ്മകളും ഇന്നും പേറിക്കൊണ്ട് ജീവിക്കുന്നവരുമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ ലോക മാനവ ജനതയ്ക്ക് കൈവന്നത് പുതിയ പ്രതീക്ഷയും പുതിയ ഒരു പ്രത്യാശയുമാണ്. അതായത് നിത്യതയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ പുനരുത്ഥാനം എന്ന അവസ്ഥയിലേക്ക് യേശു പ്രവേശിച്ചപ്പോൾ അത് ലോകമാനവ ജനതയ്ക്കും ഒരു അനുഭവമാക്കി യേശു തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുനരുത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മരണം എന്ന അവസ്ഥയിൽ നിന്നും ആർക്കും തടുക്കുവാനാവാത്ത വിധത്തിൽ പുതിയ ഒരു തുടക്കത്തിലേക്കുള്ള ആരംഭമാണ് അത് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു ചിന്തയിലേക്ക് നാം വളരുവാൻ കാരണം സഭയുടെ ദൈവശാസ്ത്ര ബോധവും വിശ്വാസ സമൂഹം എന്ന ബോധ്യത്തിന്റെ പ്രതിഫലനവുമാണ് കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിലുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ ചിന്തിക്കണം, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. പിന്നെയോ ക്രിസ്തു തന്നെയാണ് പുനരുത്ഥാനം എന്ന് വിശ്വസിക്കുന്നതാണ് ക്രിസ്തീയത എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് തന്നെയാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്നുള്ളത്. അപ്പോൾ യേശുവാണ് പുനരുത്ഥാനം. അപ്പോൾ യേശു പുനരുത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നതല്ല ക്രിസ്ത്യാനികൾ. പുനരുത്ഥാനം തന്നെ യേശു എന്ന് അംഗീകരിക്കുന്നതാണ് ക്രിസ്തീയ സമൂഹം എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 51 മുതലുള്ളതായ വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ജീവനോടുകൂടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു പുനരുത്ഥാനത്താൽ തേജസ്കരിക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ജീവനോടുകൂടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും, മരിച്ചവർ തേജസ്കരിക്കപ്പെട്ടവരാൽ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ലോകമാനവ ജനതയ്ക്ക് നൽകിയ ഒരു പ്രത്യാശയാണ് ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ സർവ സൃഷ്ടിയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഒരു യുഗാന്ത്യ ദർശനമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പുനരുത്ഥാനം നൽകുന്ന മറ്റൊരു ചിന്തയും ഇത് നാം കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പുനരുത്ഥാനം കർത്താവായ യേശു മരണത്തെ കീഴടക്കി ഉയർപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഇവിടെ പുനരുത്ഥാനം ഇവിടെ സംഭവിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ മരിച്ചവർ രൂപാന്തരപ്പെടുകയും ജീവിച്ചിരിക്കുന്നവർ തേജസ്കരിക്കപ്പെടുകയും ചെയ്തതായ ഒരു അനുഭവമാണ്. എന്നാൽ ഈ പുനരുത്ഥാനത്തിന്റെ മറ്റൊരു ചിന്ത, മരണത്തിന്റെ ശക്തികൾ കടിമപ്പെട്ട് സഹജീവികൾക്ക് വേദനകൾ മാത്രം സമ്മാനിച്ചു ദുർനടപ്പുകാരായും മദ്യപാനികളായും അശുദ്ധരായും ജീവിച്ച വ്യക്തിത്വങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ വിശുദ്ധരായി ചേരുന്ന ഒരു പ്രക്രിയയെ നമുക്ക് പുനരുത്ഥാനം എന്ന പദത്തിലൂടെ വിവക്ഷിക്കാമെന്നുള്ളതാണ്. അതായത് ഈ ലോകത്തിന്റെ ഇன்பങ്ങളിൽ അകപ്പെട്ട് ലോകത്തിന്റെ പ്രലോഭനങ്ങളിലൂടെ ജീവിച്ച് ദുർനടപ്പുകാരും മദ്യപാനികളും
ദൈവാത്മാവിനാൽ ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അവർ ക്രിസ്തുവിൽ പുതിയ ഒരു സമൂഹമായി തീരുന്നു. ആ ഒരു അനുഭവത്തെ പുനരുത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കാം എന്നുള്ളതാണ്. 2 Corinthians 5:17 പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ പുതുക്കപ്പെടുന്ന ഒരു അനുഭവത്തെ നമുക്കിവിടെ പുനരുത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുവാനായിട്ട് കഴിയും. ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ ശൗൽ പൗലോസായി രൂപാന്തരപ്പെടുന്ന അനുഭവമാണ് പുനരുത്ഥാനം. അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചും ദുഃഖിപ്പിച്ചും ജീവിതം നയിക്കുന്നവർ തങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റെന്ന് മനസ്സിലാക്കുകയും ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ മടങ്ങി വന്ന് ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുമ്പോൾ അതിനെ നമുക്ക് പുനരുത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുവാനായിട്ട് കഴിയും. അതായത് ലോക മനുഷ്യൻ ലോകത്തിന്റെ തിന്മകളെ ഉപേക്ഷിച്ച് ആത്മീയ മനുഷ്യനായി തീരുന്ന പ്രക്രിയയാണ് ഇവിടെ പുനരുത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ക്രിസ്തു എന്ന പുനരുത്ഥാനം പ്രപഞ്ചത്തിന്റെ ഭാവിയെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ പുനരുത്ഥാനം എല്ലാ ജീവജാലങ്ങൾക്കും സംഭവിക്കേണ്ടതായ ഒരു ആത്മീയ അനുഭവമാണ്. 1 Corinthians 15:28 പൗലോസ് പറയുന്നു, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകുന്നതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴടങ്ങിയിരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിലൂടെ സംഭവിക്കേണ്ട പ്രപഞ്ചത്തിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുനരുത്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവിലൂടെ ഈ ലോകത്തിൽ സംഭവിച്ച ഒരു സജീവതയുടെ അനുഭവം. നിർജീവമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും സജീവതയുടെ അനുഭവങ്ങളിലേക്കുള്ള പ്രവേശനമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. നാം ഇന്ന് പാഠമായി വായിച്ച പഴയ നിയമ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഇതിൽ വായിക്കുമ്പോൾ അവിടെ എലീശ പ്രവാചകൻ അപ്രതീക്ഷിതമായി മരണദുഃഖം അനുഭവിക്കേണ്ടി വന്ന ശൂന്യംകാരി സ്ത്രീ തന്റെ മകനെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമാണ് കാണുകയാണ്. എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ശൂന്യകാരി സ്ത്രീ തന്റെ ഏക മകൻ മരണപ്പെട്ട് നിർജീവ അവസ്ഥയിൽ ചലനമറ്റിരിക്കുന്ന സാഹചര്യം. ഇവിടെ ദൈവപുരുഷനായിരിക്കുന്ന എലീശയിലേക്കുള്ള ഈ ശൂന്യകാരത്തിയുടെ വിശ്വാസം തന്റെ പുത്രദുഃഖത്തിൽ മനം തകർന്നിരിക്കുന്ന ഈ നിർജീവാവസ്ഥയിൽ നിന്നും തനിക്കൊരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് എലീശ പ്രവാചകൻ തന്നെ നയിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ ഈ ശൂന്യകാലത്തിൽ എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. പ്രവാചകന് ദൈവം നൽകിയ കൃപയാൽ ശൂന്യകാലത്തിയുടെ മകന് ഇവിടെ പുനർജന്മം ലഭിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മരണം ഒരു ഭയാനകമായ ജീവിത അനുഭവമാണ്. പ്രിയമുള്ളവരെ, മരണം നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധിയാണ്. മരണത്തിന്റെ മുമ്പിൽ പലപ്പോഴും നാം പകച്ച് നിന്നവരാണ്. അതെ, മരണത്തിന്റെ മുമ്പിൽ ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ അതുപോലെ ശൂന്യകാലത്തെ ഒരിക്കൽ തന്റെ മകന്റെ മരണത്തിന് മുമ്പിൽ പകച്ചു നിന്നപ്പോൾ ദൈവപുരുഷനിൽ അവൾ അർപ്പിച്ചതായ വിശ്വാസം, പ്രിയമുള്ളവരെ, അവളുടെ മകനെ ഒരു പുനർജീവനത്തിന്റെ അനുഭവത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് പുനർജീവനത്തിന് കാരണമായി തീരുന്നത്. ഇത് നാം പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 21 മുതലായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലാസറിന്റെ ഭവനത്തിൽ യേശുവും ശിഷ്യന്മാരും എത്തുമ്പോൾ
മാർത്ത യേശുവിനെ എതിരേറ്റ് വരികയാണ്. എതിരേറ്റ് വന്നുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് യേശുവിനോട് പറയുന്നത്: യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് നാം ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണ്. നാം ഓരോരുത്തരും ഇത് പറയേണ്ടതായ ഒരു വചനമാണ്. നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം നിർജീവമായ ഒരു അനുഭവത്തിലേക്ക് പോകുന്നില്ല. നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം മരണകരമായ ഒരു അനുഭവമായി മാറ്റപ്പെടുകയില്ല എന്നുള്ളതാണ്. അവിടെ യേശു നൽകുന്നതായ പ്രത്യുത്തരം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു അവിടെ പ്രഖ്യാപിക്കുകയാണ് ലോകത്തോട് കൂടെ: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. യേശു പറയുന്നു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം, ഞാൻ തന്നെയാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ട് എങ്കിൽ മരണത്തിന്റെ നിർജീവകരമായ അനുഭവങ്ങളിൽ നിന്നും അത് ഒരു പുനരുത്ഥാനത്തിന്റെ, പുനർജീവനത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും എന്നുള്ളത്. അപ്പോൾ യേശുവാണ് പുനരുത്ഥാനം. ആ യേശുവിൽ വിശ്വസിക്കുന്നവന് പുനർജീവനത്തിന്റെ അനുഭവമുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പുനരുത്ഥാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്ന അനുഭവം. അപ്പോൾ നമ്മുടെ ജീവിതം ഇന്ന് മരണകരമായ അനുഭവങ്ങളിലൂടെ നിർജീവമായ അവസ്ഥയിലാണോ നാം ജീവിക്കുന്നത്? അങ്ങനെ നാം ആയിരിക്കുന്നുവെങ്കിൽ മാർത്ത പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരം: യേശുവേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു നമ്മോട് കൂടെ ആയിരിക്കണം. പുനരുത്ഥാനം ചെയ്ത യേശു നമ്മുടെ ജീവിതത്തിൽ വസിക്കുമ്പോൾ നാമും നിർജീവ അവസ്ഥകളെ മാറ്റി ഒരു പുനർജീവനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. ഈ പുനർജീവനം സാധ്യമാകുന്നത് വിശ്വാസത്തിലൂടെയാണ്. യേശു പറയുന്നത്: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, നാം യേശുവിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വിശ്വാസം എന്ന പദത്തിന് ശ്വാസത്തിൽ വിലയം ചെയ്യപ്പെട്ടത് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. നാം മനസ്സിലാക്കണം എന്താണ് വിശ്വാസം. അത് നമ്മുടെ ശ്വാസത്തിൽ അത് ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ് അതിന് അടിസ്ഥാനമായി ഭവിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ സമൂഹമേ, ക്രിസ്ത്യാനികൾ എന്ന് നാം അവകാശപ്പെടുമ്പോൾ യേശുവിലുള്ള പുനരുത്ഥാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നാം ഇന്നും നിർജീവ അവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. യേശു മരണത്തിന്റെ ശക്തികളെ തകർത്തുകൊണ്ട്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന ചോദ്യമായി മരണത്തിൽ നിന്നും സജീവമായ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന നിർജീവ അവസ്ഥയിൽ നിന്നും പുനരുത്ഥാനത്തിന്റെ സജീവതയിലേക്ക് അത് നാം ഉണർന്ന് എഴുന്നേൽക്കേണ്ടതായ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പരിശുദ്ധ ഇടവക ഒരു അനുഗ്രഹീതമായ നാടുകളിലേക്ക് പ്രവേശിക്കണമെന്ന് ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു. ദൈവവും അത് തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും കടമകളും ഉത്തരവാദിത്വങ്ങളും നാം നിർവഹിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ദൈവസന്നിധിയിൽ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കപ്പെടുമ്പോൾ സഭ
ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് പലപ്പോഴും നിർജീവമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ സഭ കടന്നു പോകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സഭയുടെ നിർജീവതയ്ക്ക് കാരണമായിരിക്കുന്നത് ആര് എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. പ്രിയമുള്ളവരെ, സഭാവിശ്വാസികൾ ഒരു സജീവമായ അനുഭവത്തിലൂടെ സഭയിലെ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ സഭയ്ക്ക് ഒരു ആത്മീയ ഉണർവിന്റെ അനുഭവം കൈവരുന്നു. ആ ആത്മീയ ഉണർവാണ് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനുള്ള പുനർജീവനത്തോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ദേശത്തിൽ അത് പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം വഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നാളുകളാണ് മുൻവരുന്നതായ നാളുകൾ. എല്ലാവരും സഭയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയുടെ പുനരുത്ഥാനത്തിന് വേണ്ടി, സജീവമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഭാവിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായ നാളുകളാണ് ഈ നാളുകൾ. നാം ഈ നാളുകളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ സഭ വളരും. നമ്മുടെ സഭ ഒരു പുനർജീവനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കും അത് പുനർജീവനത്തിന്റെ അനുഭവങ്ങളായി ഭവിക്കും. വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾക്കും അതൊരു പുനർജീവനത്തിന്റെയും നല്ല ഭാവിയുടെ അനുഗ്രഹീതമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു പുനർജീവനത്തോടെ ജീവിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ഈ സമയം